ഹായ് കൂട്ടുകാരെ, ടൈംലെസ് ട്രാവൽ ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇത് നാഗവര എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു ചെറിയൊരു പഞ്ചാബി റെസ്റ്റോറൻ്റ് ആണ്. ഞായറാഴ്ച ഇവിടുത്തെ ആൾക്കാരുടെ ബഹളം കണ്ടോ. ഇതിൻ്റെ 1 മണിക്കൂറിവിടെ വന്ന് ഓർഡർ കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യേണ്ടിയില്ലേ, അങ്ങനെയാണ്. കൂട്ടുകാരി, നമ്മൾ കാണുന്നത് നാഗസാന്ദ്ര മെട്രോ വരുന്ന ഒരു വഴിയാണ്. ഇപ്പോൾ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 200 മീറ്റർ നടക്കാനുള്ള ദൂരമുള്ളൂ ഈ ബോബീസ് ധാബ എന്നൊക്കെ പറയുന്നത്. ഭയങ്കര ക്യൂ ആയിട്ടുണ്ട് കേട്ടോ. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീഡിയോ വന്ന് വൈറലായതാണ്. ഇനിയിപ്പോൾ കുറച്ച് കാലം ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവുമോ ഫുഡ്. നിങ്ങൾക്കൊക്കെ കാണാൻ പറ്റുമോ, ഒരു പശുക്കിടാവ് അവിടെ നിന്ന് ആഹാരം കഴിക്കുന്നത്. അത് ഈ പുങ്കനൂർ എന്ന് പറഞ്ഞ സൈസ് ആ സാധനമാണോ എന്ന് എനിക്കറിയത്തില്ല. കണ്ടു കഴിഞ്ഞാൽ ഒരു കിടാവ് കണ്ടോ, ഇച്ചിരി അകലെയാണ്. ഞാൻ ഇച്ചിരി സൂം ചെയ്താണ് എടുത്തേക്കുന്നത്. പുങ്കനൂർ പശു ആണെന്ന് തോന്നുന്നു. പശുവേ, നീയാണോടാ പുങ്കനൂര്? അതിനെവിടെ കേൾക്കാനാ, തലേക്കായിട്ട് നിപ്പുണ്ട്. 20 പേർക്ക് ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടാവും കേട്ടോ കൂട്ടുകാരെ. ഇവിടെ പഞ്ചാബി സ്പെഷ്യലായിട്ടുള്ള എല്ലാ സാധനങ്ങളും കിട്ടാനുണ്ട്. പഞ്ചാബി ആലു ടിക്കി, ദഹി ബല്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ സാധനം ട്രഡീഷണലായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ലസ്സി ഉണ്ട്. വലിയൊരു വിലയൊന്നും പറയാനില്ല. കറിക്കൊക്കെ 150 രൂപയൊക്കെയാണ് അല്ലേ. അതുപോലെ 190, 150, 200 ആ ഒരു റേഞ്ചിലാണ്. ചപ്പാത്തിക്ക് 30 എത്രയിടും? 15 ഉണ്ട്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുമായിരിക്കാം. എന്തായാലും ഞങ്ങളൊന്ന് കഴിച്ചു നോക്കട്ടെ, എന്നിട്ട് ആൻസർ പറയാമേ. സാധനം വന്നിട്ടില്ല, കയറിയിട്ടുമില്ല. ഇവിടെ വന്നാൽ ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എന്താ ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എഴുതി കൊടുത്ത് നമ്മൾ വെയിറ്റ് ചെയ്യണം. ടോക്കൺ നമ്പർ വരണ്ടാവും. ആ ടോക്കൺ നമ്പർ പ്രകാരമാണ് നമ്മളെ വിളിക്കുക. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മറ്റേ പാരഡൈസ് ബിരിയാണിയിലൊക്കെ ഇതേ സംഭവമാണ്. അതേപോലെയാണ് ഇവിടെ കേട്ടോ കൂട്ടുകാരെ. കൂട്ടുകാരെ, ഇവിടെ എല്ലാ സാധനങ്ങളും പഞ്ചാബി ട്രഡീഷണൽ ഐറ്റംസ് ആണ്. നമ്മൾ എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ എഴുതി ഓർഡർ കൊടുക്കുന്നതനുസരിച്ച് മാത്രമേ അത് ആദ്യമേ തന്നെ ഓർഡർ ചെയ്യണം. പിന്നെ രണ്ടാമത് ഓർഡർ ചെയ്യാൻ പറ്റത്തില്ല. അതാണ് അവരുടെ ഒരു കണ്ടീഷൻ കേട്ടോ. നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? ലസ്സി ആണെങ്കിൽ ലാർജ്, മീഡിയം, സ്മോൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം നിങ്ങളതെല്ലാം പ്ലാൻ ചെയ്തിട്ട് വരണം ഇവിടെ കേട്ടോ. കൂട്ടുകാരെ, നമ്മുടെ ദാൽ റൊട്ടി വന്നിട്ടുണ്ട്. പാലക് പനീർ, പനീർ ബുർജി, പിന്നെ കുറച്ച് സാലഡ് തന്നെ ഞങ്ങൾ തിന്ന് കേട്ടോ. പിന്നെ വേണ്ടത് തൈര്, പിന്നെ അച്ചാറുണ്ട്, വേണമെങ്കിൽ ഇതിന് ലസ്സി. അപ്പം കഴിച്ചിട്ട് ഞങ്ങൾ മറുപടി പിന്നെ പറയാമേ. കൂട്ടുകാരെ, ഇതാണ് രാജ്മാ റൈസ് കേട്ടോ. രാജ്മാ റൈസ് ഇത്തിരി ഹെവിയാണ്. ഒരാളെ കൊണ്ട് അങ്ങനെ അങ്ങോട്ട് കഴിക്കാനൊന്നും പറ്റില്ല. ഇത്രയും കിട്ടും. ഒരു രാജ്മാ റൈസ് എന്ന് പറയുമ്പോൾ ഒരു 2 പേർക്ക് മതിയാവും. സാധാരണ കഴിക്കുന്ന ആൾക്കാർക്ക് വളരെ കൂടിപ്പോവും. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ കഴിപ്പൊക്കെ കഴിഞ്ഞു. നമ്മൾ ഇറങ്ങി. 2 പേരും കൂടെ 2 ഫുൽക്കെ, ഒരു രാജ്മാ റൈസും 2 കറിയും ഓർഡർ ചെയ്തത്. എന്നിട്ട് അതും കൂടി കഴിക്കാതെ 2 കൂടെ ഇറങ്ങി പോവാ. കഴിച്ചിട്ട് 2 കൂടെ പോവാ. വയറ് നിറഞ്ഞു പൊട്ടിപ്പോയി. എന്തോടോ പനീർ ബുർജി, പാലക് പനീർ, 2 ഫുൽക്ക, പിന്നെന്താന്നടോ ഒരു രാജ്മാ റൈസ്. ഇത്രയും കഴിച്ചിട്ട് ഒരു ലസ്സി കഴിക്കാൻ പറ്റിയിട്ടില്ല. ഒരു ലസ്സി സ്മോൾ ലസ്സിക്ക് 100 രൂപയാണ് കേട്ടോ. 2 പേർക്ക് ഒരു 10-600 രൂപയൊക്കെ പ്രതീക്ഷിക്കാം. അപ്പോൾ എല്ലാവരും വല്ലപ്പോഴും വന്ന് കഴിക്കണം എന്ന് മാത്രം ഞാൻ പറയുന്നു. വലിയ ഒരു ടേസ്റ്റ് എന്നൊന്നും പറയാനില്ല. അങ്ങനെയാണ് എനിക്കും തോന്നിയത്. പക്ഷേ ടേസ്റ്റ് മേക്കേഴ്സ് അങ്ങനെയൊന്നും ഇല്ല. കുറച്ച് ഉപ്പ് ഇതൊക്കെ കുറവാണ്. അപ്പോൾ അങ്ങനെയൊക്കെ. സോ നമ്മൾ അടുത്ത വീഡിയോയിൽ വേറൊരു വിശേഷമായിട്ട് വീണ്ടും വരാം. അപ്പോൾ ബൈ. അയ്യോ, ഞാൻ പറഞ്ഞില്ല ബൈ.